ചാനൽ. അപ്പൊ നമ്മൾ ഒന്നാമത്തെ പാട്ടിൽ പറഞ്ഞെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിന്റെ അന്ന് നമ്മൾ എന്താ പറഞ്ഞു നിർത്തിയത്? അപ്പം ബാർഗെയിൻ ചെയ്യുന്നതാണല്ലേ ഷോളിന് വേണ്ടിയിട്ട്. അപ്പോൾ 5 പീസ് എടുക്കുവാണെങ്കിൽ ഞാനൊരു 100 രൂപ വെച്ച് തരാം എന്ന് ആര് പറയുന്നു? നമ്മളെ ചേച്ചി, നമ്മളെ ഭാര്യ, അതായത് ശ്രീവതിയോട് പറയുന്നു. അപ്പം ആ സ്ത്രീ പറയുന്നു, ഇല്ല, 100 രൂപയ്ക്ക് പറ്റില്ല. അപ്പൊ ആ സ്ത്രീക്ക് എന്താണ്, അവിടെ കച്ചവടം നടക്കില്ല എന്നുള്ള രീതിയിൽ കണ്ണുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞിട്ട് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അല്ലെ. അപ്പൊ ഇനി നെക്സ്റ്റ് പാട്ടിലേക്ക് പോവാം നമുക്ക്. നെക്സ്റ്റ് ലൈൻ നോക്കിയേ. ചെൽ ന തേരി ന മേരി ഠേഠ് സൗപ്പർ പീസ്. അതായത് അപ്പൊ ഭാര്യ പറയാണ്, നീ പറഞ്ഞതുമല്ല ഞാൻ പറഞ്ഞതുമല്ല. അതായത് നമ്മളെ യുവതി പറഞ്ഞ എത്രയാ? 200 അല്ലെ. 200. നമ്മളെ ഭാര്യ പറഞ്ഞത് 100. പക്ഷെ പറയാണ്, നീ പറഞ്ഞ റേറ്റും അല്ല ഞാൻ പറഞ്ഞ റേറ്റും അല്ല, ഞാൻ വേറൊരു റേറ്റ് പറയാം. അതായത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. 150 പെർ പീസ്, 150 രൂപ പെർ പീസിന് ഞാൻ തരുമെന്ന് നമ്മൾ ഭാര്യ പറഞ്ഞു. അപ്പൊ സ്ത്രീ പറയാ, യുവതി പറയാ, അച്ഛാ ദീദി, ഠീക്ക്, ഓക്കെ ദീദി, എന്നാ ശരി, നമുക്ക് അത് ഉറപ്പിക്കാന്നുള്ള രീതിയിൽ. ലോ രംഗ് പസന്ദ് കർലോ. ഓക്കെ, ചേച്ചിക്ക് ഇഷ്ടമുള്ള കളറുകൾ സെലക്ട് ചെയ്തെടുത്തോളൂ എന്ന് പറയാം. കുച്ച് സോച്തേ ഹുയേ ഉസ്നെ കഹ. ഇതെല്ലാം കുറച്ച് ചിന്തിച്ചതിന് ശേഷം മാത്രം, ഇങ്ങനെ കുറച്ചു നേരം ചിന്തിച്ച് നിന്നിട്ട് ആണ് പറയുന്നത്. ഓക്കെ ദീദി, 150 150 എടുത്തോളൂ, 5 പീസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്തോളൂ എന്നാ പറയുന്നത്. അവർ ഗഡർ പത്നിക്കെ പാസ് പത്നിക്കെ സാബ്നെ സർക്കാ ദിയ. അപ്പൊ അങ്ങനെ ചിന്തിച്ചിങ്ങനെ പറഞ്ഞതിന് ശേഷം ആ സ്ത്രീ എന്താ ചെയ്തത്? അവരുടെ ആ കയ്യിലുണ്ടായിരുന്ന ഷാളിന്റെ ആ കെട്ട് ഭാര്യയുടെ മുന്നിലേക്ക് ഇങ്ങനെ എന്ത് ചെയ്തു? നീക്കി വെച്ചു. പത്നിനെ പാഞ്ച് ഷോളേം അലഗ് കർലി. എന്നിട്ട് ഭാര്യ എന്താ ചെയ്തത്? അതിൽ നിന്ന് 5 ഇഷ്ടമുള്ള 5 ഷോള് തിരഞ്ഞെടുത്തു. അവർ മേരി ഓർ ദേഖ് റുപ്പയെ ദേനേക്ക ഇഷാര കിയ. അപ്പൊ ആ 5 ഷാള് തിരഞ്ഞെടുത്തിട്ട് എന്താ ചെയ്തത്? പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ഭാര്യ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് എന്ത് ചെയ്തു? കണ്ണ് കാണിച്ചിട്ട് ഇങ്ങനെ സൂചന നൽകി, ഇഷാര കിയ. മേനെ ചട്ട് 750 നികാൽക്കർ ദേ ദിയെ. അപ്പം 150 രൂപയ്ക്ക് നമ്മൾ 5 ഷാളിനാണെങ്കിൽ എത്ര രൂപ വരും? 750 അല്ലെ. മെയിനെ ചട്ട് 750 നികാൽക്കർ ദേ ദിയെ. അപ്പൊ ഞാന് ഒരു ഷോളിന് 150 ആകുമ്പോൾ നമ്മൾ 5 ഷോളിന് എത്ര രൂപയായിരിക്കും? 750. അങ്ങനെ ഞാൻ 750 എന്ത് ചെയ്തു? പേഴ്സിൽ നിന്ന് എടുത്ത് ആ സ്ത്രീക്ക് കൊടുത്തു. ഞാനെന്ന് വെച്ചാൽ ഇവിടെ ആരാ? ഭർത്താവ് അല്ലെ. ഉസ്കെ ജാനേക്കെ ബാദ്, അതായത് ആ സ്ത്രീ പോയതിനു ശേഷം, രാസ്തേ ഭർ, വഴിയിൽ മുഴുവൻ, ഇവിടെ നിന്ന് അങ്ങ് എത്തുന്നത് വരെ എന്താ സംഭവിച്ചത്? പത്നി കി സുയി, നമ്മുടെ ഭാര്യയുടെ ശ്രദ്ധ ഇസി ബാത് പർ അട്കി രഹി. എന്തായിരുന്നു? ഈ ഭാര്യയുടെ ശ്രദ്ധ ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് ഇങ്ങനെ മുഴുകിയിരുന്നത്. എന്ന് വെച്ചാല് അങ്ങ് എത്തുന്നത് വരെയും ചെറുപുറ ചെറുപുറ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്താ പറഞ്ഞത്? വോ ഏക് ബാർ മേ ഹി 150 മേ മാൻ ഗയേ. അതായത് ഞാൻ ഒറ്റ തവണ തന്നെ 150 പറഞ്ഞപ്പോൾ അവൾ സമ്മതിച്ചു. വോ ഏക് ബാർ മേ ഹി, ഞാൻ ഒറ്റ തവണ പറഞ്ഞപ്പോൾ തന്നെ 150 മേ മാൻ ഗയേ, 150 രൂപയ്ക്ക് അവൾ സമ്മതിച്ചു. ഗൽത്തിക്ക്, ഞാൻ തെറ്റാണ് ചെയ്തത്. എന്താ തെറ്റ്? ധോടാ തോൾ മോൾ അവർ കർണ ചാഹിയേത. ഞാൻ കുറച്ചുകൂടി ഒന്ന് വില പേശണമായിരുന്നു, അപ്പൊ കുറച്ചുകൂടി വില കുറച്ച് കിട്ടുമായിരുന്നു എന്നിങ്ങനെ ആ യാത്രയിൽ മുഴുവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ആര്? നമ്മുടെ ഭാര്യ. അവർ മേരി സുയി. പക്ഷേ എന്റെ ചിന്തയാണെങ്കിലോ? ആരുടെ? ആരുടെ? നമ്മുടെ ഭർത്താവിന്റെ ചിന്ത, അതായത് ശ്രദ്ധ എന്തിലായിരുന്നു? അതീത് മേ ജ അട്കി ധി. ആ ആ അദ്ദേഹത്തിന്റെ ചിന്ത അതിലൊന്നും ആയിരുന്നില്ല. ഈ ഭാര്യ പറയുന്നതിലൊന്നും അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്തിലായിരുന്നു അദ്ദേഹം ശ്രദ്ധിച്ചത്? അദ്ദേഹം ഒന്ന് ഭൂതകാലത്തിലേക്ക് പോയി. എന്തായിരുന്നു ഭൂതകാലത്തിൽ നടന്നതെന്ന് നമുക്ക് നോക്കാം. ബേഠി കോ ഗോദ് മേ ബിഠാ റേൽഗാഡി കി ഖിഡ്കി സേ. അപ്പൊ എന്താണ്? നമ്മളെ കുട്ടികളെ എവിടെയായിരുന്നത്? വിൻഡോ സീറ്റിൽ അല്ലേ. അപ്പോ എന്റെ മകളെ ബേഠി കോ ഗോദ് മേ ബിഠാ, ഞാൻ എന്റെ മകളെ എടുത്ത് മടിയിൽ ഇരുത്തിയിട്ട് റേൽഗാഡി കി ഖിഡ്കി സേ, നമ്മളെ ട്രെയിനിലെ ആ വിൻഡോ സീറ്റിലൂടെ എന്താണ്? ചാങ്താ മേ സോച്ച് രഹാ ഥാ. ആ തീവണ്ടിയുടെ വിൻഡോ വിൻഡോയിലൂടെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ എത്തി നോക്കിക്കൊണ്ട് മേ സോച്ച് രഹാദ, എന്താണ്? ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. എന്താ ചിന്തിച്ചത്? മേരെ പിതാ
मेरे पिता भी रेलगाड़ी में സാമാൻ ബേച്ച് ജബ് ഥക്കെ ഹാരെ ഘർ ആത്തെ. അപ്പൊ എന്താണ് ആ ഒരു ഭൂതകാലത്തിലേക്ക് ഇങ്ങനെ പോയത്? എന്തായിരുന്നു? മേരെ പിതാഭി, ആ എന്റെ അച്ഛനും റേൽഗാഡിമേം, ആ തീവണ്ടിയില് സാമാൻ ബേച്ച്, ഇങ്ങനെ സാധനങ്ങളൊക്കെ വിറ്റ് ജബ് ഥക്കെ ഹാരെ ഘർ ആത്തെ, എന്താണ് ഇങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ വിറ്റിട്ട് ക്ഷീണിച്ച് അവശനായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ തോ ഉൻകി ആംഖോ മേ ബി വഹി നമി ഥി, അപ്പോ അദ്ദേഹത്തിന്റെ കണ്ണുകളിലും അതേ ഒരു ആർദ്രത, അതായത് നമി ആർദ്രത, അതായത് ആ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. എങ്ങനെയുള്ള? ജോ ആജ് ഉസ് യുവതിക്ക് ആംഖോ മേ ഥി, ഇന്ന് നമ്മൾ കണ്ട ആ യുവതിയുടെ കണ്ണുകളിൽ കണ്ട അതേ ഒരു ക്ഷീണം, അതേ ഒരു ആർദ്രത എൻ്റെ അച്ഛന്റെ കണ്ണുകളിലും അന്ന് ഉണ്ടായിരുന്നു. അതാണ് നമ്മുടെ ഭർത്താവ് ജനലിൽ പുറത്തൂടെ ഇങ്ങനെ എത്തി നോക്കിയിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നമ്മളെ ഭാര്യയാണെങ്കിലോ ബാർഗെയിൻ ചെയ്തത് കുറഞ്ഞു പോയി എന്നുള്ള ഒരു സങ്കടത്തിലുമായിരുന്നു, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യം തന്നെ പറയേണ്ടതായിരുന്നു അഞ്ജു കർബന്തയാണ് നമ്മളെ ഇത് എഴുതിയത്. അത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അഞ്ജു കർബന്ത കാ ജന്മ ദില്ലി മേ ഹുവ. നമ്മുടെ അഞ്ജു കർബന്തയുടെ ജനനം എവിടെയായിരുന്നു? ദില്ലിയിലായിരുന്നു. വേ അധ്യാപിക, ലേഖിക തഥാ റേഡിയോ കലാകാർ ഹെ. അപ്പോ നമ്മളെ എന്താണ് അഞ്ജു കർബന്ത എന്താണ്? അധ്യാപികയായിട്ടും പിന്നെ ലേഖിക, എഴുത്തുകാരിയായിട്ടും പിന്നെ എന്താണ്? ഒരു അധ്യാപികയായിരുന്നു, എഴുത്തുകാരിയായിരുന്നു, തഥാ റേഡിയോ കലാകാർ ഹെ, ഒരു റേഡിയോ കലാകാരി കൂടിയായിരുന്നു. ലഘുകഥ, കവിത, സംസ്മരൺ ആദി വിധാओं में वे कार्यरत है. അപ്പോ എന്താണ്? ലഘുകഥ, ഷോർട്ട് സ്റ്റോറി, കവിത, സംസ്മരൺ, സംസ്മരൺ എന്താ? ഓർമ്മക്കുറിപ്പ്. ആദി വിധാओं വേ കാര്യരത് ഹെ എന്നീ മേഖലകളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഏതൊക്കെ മേഖലകളിലാണ് പ്രവർത്തിച്ചത്? ലഘുകഥ, കവിത, സംസ്മരൺ. ഓക്കെ. ഉജലി ഹോത്തി ഭോർ, പിന്നെന്താ? കിങ്സ്വേ ക്യാമ്പ് ദില്ലി നയൻ, കിങ്സ്വേ ക്യാമ്പ് ദില്ലി നയൻ ആദി പ്രകാശിത് കൃതിയാ ഹെ. അപ്പം 2 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണത്? ഉജലി ഹോത്തി ഭോർ, കിങ്സ്വേ ക്യാമ്പ് ദില്ലി നയൻ ആദി പ്രകാശിത് കൃതിയാ ഹെ. അപ്പൊ എന്താണ്? 2 പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ പേരേതാ? ഉജലി ഹോത്തി ഭോറും കിങ്സ്വേ ക്യാമ്പ് ദില്ലി നയൻ എന്നീ 2 പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്തിട്ടുള്ളത്. സാവിത്രി ബായി ഫൂലെ സമ്മാൻ സെ വേ പുരസ്കൃത് ഹെ. അപ്പോ ഒരു അവാർഡ് കൂടി കിട്ടിയിട്ടുണ്ട്. ആ അവാർഡിന്റെ പേരെന്താണ്? സാവിത്രി ബായി ഫൂലെ സമ്മാൻ. ഓക്കെ. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ എനേബിൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ. ഓക്കെ. ഞാൻ നോട്ട്സ് കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് പഠിക്കുക.